ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കൊളപ്പയിൽ താമരവളപ്പിലാണ്, തെയ്യപ്പറമ്പിലാണ്. ഇവിടെ തെയ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിചാരിതമായിട്ടാണ് ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞാൽ ആരെയാന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പാടിച്ചൊരു ശോഭേച്ചിയാണ്. അപ്പോൾ ശോഭേച്ചിൻ്റെ 2-3 പാട്ട് പാടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ശോഭേച്ചിയെ ഇവിടെ കണ്ടുമുട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും 2 പാട്ട് പാടിച്ചല്ലേ മതിയാവും അല്ലേ? അപ്പോൾ നമുക്ക് ശോഭേച്ചിയെ കാണാം അല്ലേ? ചേച്ചി നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഒരു നല്ല വിശേഷം. എങ്ങനെയുണ്ട് നമ്മൾ ആ വീഡിയോ എല്ലാം വന്നതിന് ശേഷം? നല്ല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായം. സിനിമേന്റെ ഡയറക്ടറെല്ലാം വിളിച്ചിട്ടില്ല അല്ലേ? ഇപ്പോഴും പറയാറുണ്ട്, ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്തായാലും നമുക്ക് ഈ തെയ്യപ്പറമ്പിന്ന് 2-3 പാട്ടൊന്ന് പാടിയാലോ? ഒരു 4 പേര് അല്ലേ? ആയിക്കോട്ടെ. ചേച്ചി റെഡിയല്ലേ? ഓക്കെ. ചേച്ചി ആദ്യമായിട്ട് ഏത് പാട്ടാ പാടുന്നത്? ശ്രീരാഗമോ. പാടും. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിന്നൗനമോ ഭൂമാനമായി, നിൻരാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കഞ്ഞയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. വാവ്, അടിപൊളി. പിന്നെ ഇവിടെ എപ്പോഴാണ് വന്നത്? രാവിലെ ഉണ്ട്. ഇനി എപ്പോഴാണ് പോവാം? എനിക്ക് കുറച്ച് സമയം കൂടി തെയ്യെല്ലാം കണ്ടിട്ട് പോവും. ഫുഡെല്ലാം കഴിച്ചിട്ടാണോ പോകുന്നത്? ഫുഡെല്ലാം കഴിച്ചിട്ട്. അടുത്തൊരു പാട്ട് ഏതാ പാടുന്നേ? ഒരു ലളിതഗാനം. എന്നാ പാടിക്കും. സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാം യാമം. സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാം യാമം. പാടി എന്നിലുണർത്തി വീണ്ടും മോഹമധുരമേ ഗാനം. സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാം യാമം. ചേച്ചി എന്തായാലും പാട്ട് പഠിക്കാതെ പാട്ട് കയറിയായിരുന്നു അല്ലേ? അപ്പോൾ പിന്നെ സ്റ്റേജ് പെർഫോമൻസ്, അതായത് സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല ഇപ്പം ബ്രേക്ക് ആയിട്ടാണോ ഉള്ളത്? പോലുണ്ടായിരുന്നു, ഇപ്പം പോകുന്നില്ല. ഇപ്പം കുറച്ച് ബ്രേക്ക്, ഭർത്താവിന്റെ മരിച്ചതുകൊണ്ട് ഇപ്പൊ പോകാണ്ട് നിൽക്കാണ്. ഇനി വിളിച്ചാ പോവും. ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി കലാകാരന്മാർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ എന്തായാലും 1.5 വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും ചേച്ചി ആരെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി വരുന്നതായിരിക്കും. റെഡിയാണ്. പിന്നെ ചേച്ചി ഒരു നടി കൂടിയാണ്, മുന്നത്തെ നടിയാണ്. നാടകത്തിൽ അഭിനയിച്ച് കുറേ കാലം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറുപ്പം മുതലേ നാടകത്തിൽ അഭിനയിച്ചല്ലേ? പിന്നെ ഇപ്പം തിരുവാതിരയിലാണോ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്? തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട്. 2-3 ദിക്കിൽ കളിച്ചു. എവിടെ? 2-3 ദിക്കിൽ കളിച്ചു. 2-3 സ്റ്റേജിൽ തിരുവാതിര ചേച്ചി ഇനിയുണ്ട്. ചേച്ചി പഠിപ്പിച്ച് തിരുവാതിര 2-3 സ്റ്റേജിൽ കളിച്ചല്ലോ. ഇനിയുണ്ട് കളിക്കാൻ. ഇനിയും സ്റ്റേജ് അപ്പോൾ ഉണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ? നായിക്കാലി അമ്പലത്തിൽ. ഓക്കെ. എന്തായാലും ആ തിരുവാതിരക്ക് ഓൾ ദി വെരി ബെസ്റ്റ് നേരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇനി സ്റ്റേജ് പ്രോഗ്രാമിന് ആരും വിളിച്ചാൽ തീർച്ചയായിട്ടും പാടാൻ പോകാം. കാരണം നന്നായിട്ട് പാടുന്ന ആള് ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അതാണ്. അടുത്ത പാട്ട് ഏതാ പാടുന്നത്? ലളിതഗാനം. വീണ്ടും ലളിതഗാനം. ഇത് ചേച്ചി എഴുതിയാണോ? അല്ല, ഇത് ഒരു കേട്ട് പഠിച്ചാണ്. മഴയുടെ രാഗവിപഞ്ചിക മീട്ടുവാൻ ആരൊരാൾ ചാരി വന്നു. നീലാമഴയുടെ രാഗവിപഞ്ചിക മീട്ടുവാൻ
ചേച്ചി ഒരു നാടൻ പാട്ടുണ്ടല്ലോ, ചെണ്ട് മല്ലികപ്പൂ കരള്. അതൊരു 2 വരി പാട്ടും വരില്ല, അത് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് പാടിക്കൊണ്ടു. ചെണ്ടുമല്ലികപ്പൂ കണ്ട ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ട ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അറിയൂ, കുറച്ചും കൂടി ഒന്ന് പഠിക്കാമായിരുന്നു. അറിയില്ലല്ലോ നിങ്ങൾ വരുന്നത്. ഞാൻ വരുന്നത് അറിയില്ല അല്ലേ. എന്തായാലും ഇനി 2 വരിയാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് പാടിയിരുന്നു. താങ്ക് യു. ഈ പാട്ടെല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഇതേമാതിരി പെട്ടെന്നായിരിക്കും എവിടെയും ബസ് സ്റ്റാൻഡിലോ എവിടെയും കാണുമോ. ഞാൻ എവിടെയും കണ്ടാലും ഞാൻ പാടിക്കും. ഓക്കെ. അമ്പാടിക്കണ്ണന്റെ തിരുമാറിരണിയാൻ മന്ദാരം കൊണ്ടൊരു വനമാല. അമ്പാടിക്കണ്ണന്റെ തിരുമാറിലണിയാൻ മന്ദാരം കൊണ്ടൊരു വനമാല. കണ്ണിനെ കണ്ട കാളിന്തി തീരെ, കണ്ണിനെ കണ്ട കാളിന്തി തീരെ, ശൃംഗാര പദമാണ് തിരമാല. അമ്പാടിക്കണ്ണന്റെ തിരുമാറിരണിയ മന്ദാരം കൊണ്ടൊരു വനമാല. ഇത് എൻ്റെ അനിയത്തിയാണ്. പിന്നെ തിരക്കിട്ട് ആയതുകൊണ്ടാണ് പാടാൻ വേണ്ടി വിഷമിച്ചത്. അനിയത്തിൻ്റെ പേര് പൊന്മണി. പാടുന്നവരാണ്, പ്രൈസ് വാങ്ങുന്നതാണ്, സ്റ്റേജ് കയറുന്നതാണ്. എല്ലാവരും പാടും. അതെ പങ്കെടുക്കാൻ പറ്റാത്തത്. അതെ അതാണ്. ഞാൻ കണ്ട് ചേച്ചിന്റെ തിരക്കും ഞാൻ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടുന്നതാണ്. അപ്പൊ അതിന്റെ നടുക്കാൻ ഞാൻ പിടിച്ചു വെച്ചിട്ട് ഒരു 4 വരി പാടിച്ചു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്, പാടിക്കോളും. ചേച്ചിക്കും അനിയത്തിക്കും ഒരു നല്ലൊരു ആശംസ നേരുന്നു. പഴയ സിനിമാ പാട്ട് പാടിയാലോ? ഏതായിരിക്കും പാടുന്നത്? വീണേ വീണേ. ജാനകമ്മേന്റെ പാട്ട് അല്ലേ? ഓക്കെ, പാടിക്കും. വീണേ 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 വീണക്കുഞ്ഞേ എന്നെഞ്ചിലെ താളത്തിൻ കണ്ണേ നീ. വീണേ വീണേ വീണക്കുഞ്ഞേ എന്നെഞ്ചിലെ താളത്തിൻ കണ്ണേ നീ. കൊഞ്ചടി കൊഞ്ചടി വായ്ത്താരേ, കൊഞ്ചടി കൊഞ്ചടി വായ്ത്താരേ. വീണേ വീണേ വീണക്കുഞ്ഞേ എന്നെഞ്ചിലെ താളത്തിൽ കണ്ണേ നീ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം തെയ്യത്തിൻ്റെ ഈ തിരക്ക് കാരണം ചേച്ചിക്ക് കൂടുതൽ സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ചേച്ചിയുടെ അനിയത്തിമാരും മാങ്ങളമാരും മക്കളും എല്ലാം ആയിട്ട് ഇങ്ങനെ അങ്ങ് കറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ വന്ന് എന്തായാലും ഇത്ര പാട്ട് പാടിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ ഇനി വരുന്ന സ്റ്റേജുകളൊന്നും ഒഴിവാക്കാൻ പാടില്ല, കിട്ടുന്ന എല്ലാം കയറി അങ്ങ് പാടിയേക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു എല്ലാവിധ ആശംസകളും നേരുന്നു. തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോകാം അല്ലേ? അപ്പോൾ ചേച്ചിക്കും അതുപോലെ എനിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, ഇതുവരെ തരുന്ന സപ്പോർട്ടെല്ലാം വളരെ വലുതാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെ സപ്പോർട്ട് തന്നുകൊണ്ടേയിരിക്കുക. ഇതേപോലത്തെ കലാകാരന്മാരും അതുപോലെ തന്നെ നമുക്കൊരിക്കലും അറിയപ്പെടാതെ ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ വരാത്തയും ആൾക്കാരെല്ലാം കൊണ്ടുവരണം. അതുപോലെ വ്യത്യസ്തമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇതുപോലെ തെയ്യങ്ങളും നാടുകളും തെയ്യങ്ങളും പഴയ കടകളും എല്ലാം ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്കും അതുപോലെ കമൻറ്റിലിട്ട് നിറച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.